ഈ നൈറ്റ് വിജിൽ രാത്രിയിലേക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലോകമെമ്പാടുമുള്ളവരെ ഹൃദയപൂർവ്വം ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ടെലിവിഷനിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേക വ്യക്തികളുണ്ട്, അനേക കൂട്ടായ്മകൾ നമ്മളോടൊപ്പം ഒന്നു ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ അവർ ചേർന്നിരിക്കുന്നു. അവരെ ഓർത്ത് വലതുകരവെടുത്തൊരു ഹല്ലേലൂയ ജീവനോടെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 27-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 തിരുവചനങ്ങളെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ കർത്താവ് നിന്റെ പ്രകാശവും രക്ഷയായി മാറണം. കർത്താവ് നിന്റെ ജീവിതത്തിന് കോട്ടയായി മാറുമ്പോൾ ഈ ലോകത്തിലുള്ള യാതൊന്നിനുമേ ഭയപ്പെടാതെ ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാൻ ദൈവം നിന്റെ കൂടെ നിൽക്കുമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആ കർത്താവിലാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് നമ്മൾ ആരും തളർന്നു പോകരുത്. പുതിയൊരു വിശ്വാസം നമുക്കുണ്ടാവണം, പുതിയൊരു ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ദൈവം നമുക്ക് വീണ്ടും വീണ്ടും അവസരം നൽകുമ്പോൾ, ദൈവം നമ്മളെ പുതിയൊരു വർഷത്തിലേക്ക് നയിക്കുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമായി ഇന്ന് നാം നയിക്കുന്നതിനേക്കാൾ ഉപരി നന്മയിലേക്കും വിശുദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും ദൈവം നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങളുടെ ഭാവി പ്രത്യാശ ഭരിതമാണ്. നമ്മുടെ ഭാവിയെ ഓർത്ത് നമ്മൾ കരയേണ്ടവരല്ല. കർത്താവിന് നിങ്ങളെ കുറിച്ചൊരു പ്രത്യാശയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇരു കരങ്ങളും ഒന്ന് ഉയർത്താമോ? ഇരു കരങ്ങളും ഒന്ന് ഉയർത്തി ആ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം ഒന്ന് സമർപ്പിക്കുക. ഈ ഒരു പുതിയ വർഷത്തെ നന്ദിയോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. അതെ, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശു നമുക്ക് വേണ്ടി ജനിച്ചിട്ടുണ്ട്. ദൈവം നിനക്ക് വേണ്ടി പിറവിയെടുത്തിട്ടുണ്ട്. നിന്റെ മുൻകോടുകളിലേക്ക്, നിന്റെ പരാജയങ്ങളിലേക്ക് യേശു വന്ന് പിറക്കാൻ ആഗ്രഹിക്കുന്നു. യേശു വന്ന് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ആ യേശുവിനെ കണ്ടുകൊണ്ട് എല്ലാവരും ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവേ, എൻ്റെ രക്ഷകനായ ദൈവമേ, പുൽക്കൂടിന്റെ സന്തോഷമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നിന്റെ സമാധാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുന്നവനെ, നിന്റെ പ്രത്യാശ ഞങ്ങളിലേക്ക് അയക്കുന്നവനെ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒപ്പമുണ്ട്. അവിടുന്ന് എന്നെ കരുതുന്നവനാണ്. എൻ്റെ കർത്താവിനെ കരുതുന്നവനാണ്. ആ ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതെ, എനിക്കായി കരുതുന്ന ഒരു ദൈവത്തെ കണ്ട്, എനിക്കായി കരുതുന്ന ദൈവത്തെ അനുഭവിച്ച് ആ ദൈവത്തിന്റെ കരമുയർത്തി, ശബ്ദമുയർത്തി ഒരിക്കൽ കൂടി യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുന്നു. യേശുവേ, നിന്റെ നാമത്തിന് അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ അന്ധകാര ശക്തികളും എതിരൂപികളും യേശു നാമത്തിൽ നിർവീര്യമാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ തിരരക്തം ഈ ശത്രുവിൽ പങ്കെടുക്കുന്ന സകലരുടെ അഭിഷേകമായി വ്യാപരിക്കട്ടെ. നാരകീയ ശക്തികൾ നിർവീര്യമാകട്ടെ. പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴട്ടെ. പാപശക്തികൾ നിർവീര്യമാകട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. എല്ലാ വ്യക്തികളെ കുടുംബങ്ങളിലേക്കും ദേശങ്ങളിലേക്ക് രക്ഷ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന.
എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. തിരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 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 ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. എന്റെ
സ്നേഹമേ, എന്റെ ദുഃഖം മാറ്റിടും കാരുണ്യമേ. എന്റെ കണ്ണീർ തുടയ്ക്കുന്ന സ്നേഹമേ, എന്റെ ദുഃഖം മാറ്റിടും കാരുണ്യമേ. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. സ്നേഹം ശാന്തി ക്ഷമയായി ദയയായി എന്നിൽ വന്നിടൂ. നിൻ വരദാനങ്ങൾ ഞങ്ങളിലെന്നും കൃപയായി നൽകിടൂ. സ്നേഹം ശാന്തി ക്ഷമയായി ദയയായി എന്നിൽ വന്നിടൂ. നിൻ വരദാനങ്ങൾ ഞങ്ങളിലെന്നും കൃപയായി നൽകിടൂ. എൻ സഹചരിൽ നിൻ മുഖം കാണാൻ എൻ മിഴികൾ തുറന്നിടുനാഥ. സ്നേഹവാത്സല്യം അവരിൽ പകരാൻ ദിവ്യസ്നേഹമായി എന്നിൽ നിറയൂ. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. ലോകം മുഴുവൻ നിൻ സാക്ഷ്യമേകാൻ എന്നെ അയച്ചിടൂ. പാപച്ചുഴിയിൽ വീഴും മാനവർക്കായി ജീവൻ നൽകിടാം. ലോകം മുഴുവൻ നിൻ സാക്ഷ്യമേകാൻ എന്നെ അയച്ചിടൂ. പാപച്ചുഴിയിൽ വീഴും മാനവർക്കായി ജീവൻ നൽകിടാം. നിത്യജീവൻ ലക്ഷ്യമാക്കി ഇനി എന്നും യാത്ര ചെയ്യാം. സ്വർഗ്ഗരാജ്യേ വന്നു ചേരാൻ അഭിഷേകം പകരു നാഥാ. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. എന്റെ കണ്ണിൽ തുടയ്ക്കുന്ന സ്നേഹമേ, എന്റെ ദുഃഖം മാറ്റിടും കാരുണ്യമേ. എന്റെ കണ്ണിൽ തുടയ്ക്കുന്ന സ്നേഹമേ, എന്റെ ദുഃഖം മാറ്റിടും കാരുണ്യമേ. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു